ഹായ് നമസ്കാരം, അഭിലാഷേട്ടയാണ് ഒപ്പം ഉള്ളത്. പ്രിയപ്പെട്ട താരാലക്ഷ്മി ബ്ലോഗറാണ്, അതിലുപരി യൂട്യൂബറാണ്. നമസ്കാരം മേഡം, നമസ്കാരം. നമസ്കാരം. അപ്പം അടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഇവിടെ കലൂർ സ്റ്റേഡിയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്താനെ കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ഉപജീവനം നടത്തുന്നൊരു ഇത്തായാണ്. കാല് വയ്യെങ്കിലും ആ കാല് വെച്ചുകൊണ്ട് എല്ലായിടത്തും ചെന്ന് ലോട്ടറി വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലവരെടുക്കുന്നു, അറിയാലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കും ഭാഗ്യം ലഭിക്കില്ലാത്തത് കൊണ്ട് അവോയ്ഡ് ചെയ്യണം അല്ലേ. പണ്ടൊക്കെ ഒരുപാട് ടിക്കറ്റ് വിറ്റുമായിരുന്നു അല്ലേ എത്താ അല്ലേ? ഇപ്പോൾ കുറവല്ലേ അല്ലേ? ഞാൻ ചോദിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ദൂരങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കാലിനൊരു ഇതുണ്ടോ, വേദനയുണ്ടോ, നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് കാലിന് കാണിച്ചെത്താ അല്ലേ? അത് കാണിക്കില്ല. ഓ അത് ശരി ശരി ശരി. ഓ ദൈവം. അപ്പോൾ ഈ കാല് വെച്ചുകൊണ്ടാണ് ഈ പാവം ഇതിലൂടെ ലോട്ടറി ടിക്കറ്റും കാര്യങ്ങളായിട്ട് പോകണം അല്ലേ താര? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടപ്പോൾ നമുക്കൊരു ഇത് തോന്നി. പിന്നെ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇത്ത കണ്ടു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നൊരു ചെറിയൊരു വീഡിയോ ഞാനും താരയും കൂടെ കൂടി ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, സിനിമ കാണാറുണ്ടോ? അതുപോലെ അപ്പോൾ നമ്മുടെ താര ലക്ഷ്മി തന്നെ ചോദിക്കൂ ചേച്ചി. സിനിമയൊക്കെ കാണുമെന്ന് പറഞ്ഞല്ലോ, ആരെയാണ് കൂടുതൽ ഇഷ്ടം? അമ്മോ, മമ്മൂക്കാനെയോ? അതെന്താ മമ്മൂക്കാനെ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്? മമ്മൂക്കാടെ അഭിനയം എല്ലാം കൊണ്ടും നല്ലൊരു കഥാപാത്രം. കൂടുതൽ സിനിമ മമ്മൂക്കയുടെ കാണാം അല്ലേ? അപ്പൊ മമ്മൂക്കയുടെ സിനിമയിൽ ഒരു പാട്ട് പാടും. ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല. മൂളിപ്പാട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ കുറച്ച് ഒരു പാട്ട് കേക്കട്ടെ. ഓ പാട്. എന്നൊരു വരി മറന്നുപോയോ? എങ്ങനെയാണ് താ? ഓലത്തുമ്പത്തിരുന്നോയാലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി, ഒരു കുളിപ്പിച്ച് കിന്നരിച്ചോമന് ചെയ്യ, എൻ്റെ മാലിപ്പാളെങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി, ചൊല്ലിനാവീറരുതേ കണ്ണീരരുതേ, പിള്ളദോഷം കളയാൻ പുള്ളൂർ കുടമേയോ, തുമ്പത്തിരുന്നുയലാടും ചിലക്കൈകിളി, എൻ്റെ ബാലഗോപാലനെ ദേപിക്കുമ്പം പാടടി. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തായാലും ലോട്ടറികളും കാര്യങ്ങളൊക്കെ വിറ്റ് പോട്ടെ, പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോട്ടെ അല്ലേ? അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് സഹായിക്കുക തന്നെ അല്ലേ? അപ്പോൾ കാരണം എന്ന് വെച്ചാൽ പാവം ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇപ്പോൾ താര ഇതേ ഒരു ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പം പെട്ടെന്ന് വന്നപ്പോൾ അല്ല സീരിയലാണോന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഒരു മിമിക്രി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്താണ്. അപ്പോൾ എന്തായാലും ചേച്ചി ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ? ചേച്ചിയുടെ കാല് എന്താ പറ്റിയതാ? കാല് ജന്മനുള്ളതല്ലേ? ഓ ശരി. അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ട്, വേദനയുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടും അവസ്ഥ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ മേടിച്ചവരൊക്കെ ഉണ്ടോ? അവരൊക്കെ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ പാടിയല്ലേ, മുമ്പായി കുച്ചാണ്ടേ എൻ്റെ പാണം കത്തണുമാ, പഴല പൊട്ടിച്ചി പാപ്പുണ്ടാക്കണുമാ, പയറ് കത്തിയാൽ എൻ്റെ കുടല് കത്തണുമാ, പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കണുമാ. താങ്ക് യു.